ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നീസ് ലക്ഷം ടൈം. നമുക്ക് ഇന്നൊരു നത്തോലി പീര റെഡിയാക്കാം. ഞാൻ ആദ്യം ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു തേങ്ങ 10-20 പച്ചമുളക് കീറിയിട്ടത്, ഒരു തക്കാളി, ഒരു പിടി ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളിയല്ല സോറി കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ ഒരു 3-4 കഷ്ണം കുടംപുളി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾ പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി പറഞ്ഞല്ലോ ഞാൻ. ആ മുളക് പൊടി ഇതെല്ലാം പച്ചമുളക് ഇട്ടാണ് വെക്കുന്നതെങ്കിലും ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർക്കാറുണ്ട്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഞെരടിയാണ് വെച്ച് വേവിച്ചിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീനിടാതെ തന്നെ നല്ല മണവും രുചിയുമാണ് ഇതിന്. നമ്മൾ ഈ വെന്ത അരപ്പിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ നന്നായിട്ട് വകഞ്ഞതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നത്തോലി അതിലേക്ക് ഇടണം. ഇട്ടതിന് ശേഷം വേണം ആ അരപ്പ് കൊണ്ട് തന്നെ ഇത് മൂടി വെച്ച് വേണം ചെറു തീയിൽ വേവിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് വെന്ത് കിടക്കുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ചെറു തീയിൽ വേവിച്ചെടുക്കണം. ഇത് ഏറ്റവും ഗുണമുള്ളൊരു മീനാണ്. പോഷകസമൃദ്ധം എന്ന് പറയുന്ന അർത്ഥവത്തായിട്ടുള്ളൊരു വാചകം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണിനും കരളിനും തലമുടിക്കും ത്വക്കിനും എല്ലാത്തിനും ഉത്തമമായിട്ട് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു മീനാണിത്. വിലക്കുറവും നല്ല ഗുണവുമുള്ള മീനാണ്. കണ്ടോ, ഇങ്ങനെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ജലാംശമില്ലാതെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിലെ ചെറിയ മുള്ള് ഏറ്റവും കാൽസ്യം കൂടുതലുള്ളതാണ്. അത് കാരണം ധാരാളം വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. വിലക്കുറവുമാണ്, നല്ല ടേസ്റ്റുമാണ്. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടെ കറിവേപ്പിലയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഏറ്റവും ടേസ്റ്റുള്ളൊരു മീനാണ്. ഉണ്ടോ, പോഷകസമൃദ്ധമായൊരു മീനാണിത്. ഇങ്ങനെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ തേങ്ങാപ്പീരയിൽ റെഡിയാക്കുന്നതാണ്. ഞാൻ 1 കിലോ നത്തോലിയാണ് ഇങ്ങനെ റെഡിയാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ